രണ്ട് പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം പാരസ് ഡിഫൻസ് ആൻഡ് സ്പേസ് ടെക്നോളജി ലിമിറ്റഡ് 0.5% ഇടിഞ്ഞ് 1235 ക്ലോസിംഗ് നൽകി. 4000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 117, 52 വീക്ക് ഹൈ 1592, 52 വീക്ക് ലോ 610. പാരസ് ഡിഫൻസ് സെക്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള എക്യുപ്മെൻറ്റ് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് പാരസ് ഡിഫൻസിന് വിവിധ ഡിഫൻസ് പ്രൊഡക്റ്റുകൾ മാനുഫാക്ചർ ചെയ്യാനുള്ള ലൈസൻസ് നൽകി എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഇൻഫ്രാറെഡ് ആൻഡ് തെർമൽ ഇമേജിംഗ് എക്യുപ്മെൻറ്റ്, ഇലക്ട്രോ ഒപ്റ്റിക് സിസ്റ്റം, റഡാർ സിസ്റ്റം, ബോർഡർ സെക്യൂരിറ്റി സർവലൻസ് സിസ്റ്റം എന്നിവ മാനുഫാക്ചർ ചെയ്യാനുള്ള ഓർഡറാണ് അല്ലെങ്കിൽ ലൈസൻസാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് പാരസ് ഡിഫൻസിന് നൽകിയിരിക്കുന്നത്. പാരസ് ഡിഫൻസ് എന്ന സ്റ്റോക്ക് വരും സമയങ്ങളിൽ പെർഫോം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ROE 7%, ROCE 9.80%. കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. സെയിൽസ് 48 കോടിയിൽ നിന്നും 84 കോടിയിലേക്കും, ഓപ്പറേറ്റിംഗ് മാർജിൻ 22% നിന്നും 29%ലേക്കും, നെറ്റ് പ്രോഫിറ്റ് 6 കോടിയിൽ നിന്നും 14 കോടിയിലേക്കും കമ്പനി ഉയർത്തിയിരുന്നു. 3 വർഷത്തെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് 21%, പ്രോഫിറ്റ് ഗ്രോത്ത് 24%, ROE 8%. 406 കോടി രൂപയുടെ റിസർവ് ഉള്ള കമ്പനിക്ക് മുകളിൽ 66 കോടി രൂപയുടെ കടമാണുള്ളത്. പ്രൊമോട്ടേഴ്സിന് 58.94% സ്റ്റേക്ക് ഹോൾഡിംഗ്. റീസെൻ്റ്ലി FII സ്റ്റേക്ക് ഹോൾഡിംഗ് 0.13 നിന്നും 2.97 ഉയർത്തി. DISന് 0.07% സ്റ്റേക്ക് ഹോൾഡിങ്ങും പബ്ലിക്കിന് 38% സ്റ്റേക്ക് ഹോൾഡിങ്ങുമാണുള്ളത്. പാരസ് ഡിഫൻസിനെ സംബന്ധിച്ചിടത്തോളം 1600 ഓൾ ടൈം ഹൈ. 1600 നിന്നും സ്റ്റോക്ക് കറക്റ്റായി 1200 വരെ എത്തുകയും 1200 നിന്നും സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് വന്നു. പിന്നീട് ബ്രേക്കൗട്ട് ലെവലിനെ സ്റ്റോക്ക് റീടെസ്റ്റ് ചെയ്യുകയാണ്. ഇനി പ്രീവിയസ് ട്രെൻഡ് ലൈൻ റെസിസ്റ്റൻസിൻ്റെ ഹൈ ആയ 1250 സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ഹയർ സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നിന്നും 1300, 1500 തുടങ്ങിയ ടാർഗറ്റുകൾ പാരസ് ഡിഫൻസിൽ എയിം ചെയ്യാവുന്നതാണ്. അതേസമയം സപ്പോർട്ട് പ്രൈസിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് 1200-നും 1225-നും ഇടയിൽ സ്റ്റോക്കിനെ അക്കുമുലേറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റോക്ക് ഇറാഡ അല്ലെങ്കിൽ ഇന്ത്യൻ റിന്യൂവബിൾ എനർജി ഡെവലപ്മെൻറ്റ് ഏജൻസി ലിമിറ്റഡ്. ഇറാഡ കഴിഞ്ഞ ദിവസം 239 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ഇറാഡയും 0.5% ഇടിഞ്ഞാണ് ക്ലോസിംഗ് നൽകിയത്. 64,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 44.98, 52 വീക്ക് ഹൈ 310, 52 വീക്ക് ലോ 50. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 42% റിട്ടേൺ ആണ് നൽകിയത്. ഇയർ ടിൽ ഡേറ്റിൽ സ്റ്റോക്ക് 128%, കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് സ്റ്റോക്ക് 300% റിട്ടേൺ നൽകി. ഇറാഡയെ സംബന്ധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ്, ഇറാഡ FPO വഴി അല്ലെങ്കിൽ ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് വഴി 4500 കോടി രൂപയുടെ ഫണ്ട് റേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടി ആഗസ്റ്റ് 29 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മീറ്റിംഗും വിളിപ്പിച്ചിട്ടുണ്ട്. റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിൽ പ്രത്യേകിച്ചും ഗ്രീൻ റിന്യൂവബിൾ എനർജി സെഗ്മെൻറ്റിലെ ഒരേ ഒരു NBFC കമ്പനിയാണ് ഇറാഡ എന്ന കമ്പനി. 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ 24,200 കോടി രൂപയുടെ ഫണ്ട് റൈസിംഗ് പ്ലാനാണ് കമ്പനിക്കുള്ളത്. 23-24 ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനി 25,089 കോടി രൂപയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് നടത്തിയിരുന്നു. ഈ കറണ്ട് ഫിനാൻഷ്യൽ ഇയറിൽ 30,000 കോടി രൂപയുടെ ലോൺ ഡിസ്ബേഴ്സ്മെൻറ്റ് എന്നുള്ള ടാർഗറ്റും കമ്പനിക്കുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഇറാഡ എന്ന സ്റ്റോക്കിനെ നമ്മൾക്ക് വരും സമയങ്ങളിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇറാഡ റീസെൻ്റ്ലി ഗുജറാത്തിലെ ഗിഫ്റ്റ് സിറ്റിയിൽ പുതിയൊരു സബ്സിഡറി ആരംഭിക്കുകയും ചെയ്തു. കമ്പനിയുടെ 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 23%, പ്രോഫിറ്റ് ഗ്രോത്ത് 53%, ROE 16%. 1510 കോടി രൂപയുടെ റവന്യൂ ഉള്ള കമ്പനിക്ക് മുകളിൽ കമ്പനിയുടെ ഫിനാൻസിംഗ് മാർജിൻ 32%. റീസെൻ്റ്ലി ക്വാർട്ടർലി റിസൾട്ട് പരിശോധിച്ചാൽ കമ്പനിയുടെ ഗ്രോസ് NPAയും നെറ്റ് NPAയും മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇയർ ഓൺ ഇയറിൽ 3.13% നിന്നും 2.19% ഗ്രോസ് NPA മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയിൽ പ്രൊമോട്ടേഴ്സിന് 75% സ്റ്റേക്ക് ഹോൾഡിംഗ്. FIs അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 1.3 നിന്നും 2.7 ഉയർത്തി. DISന് 0.42% സ്റ്റേക്ക് ഹോൾഡിംഗ് ഉണ്ട്. ഇറാഡ എന്ന സ്റ്റോക്കും ട്രെൻഡ് ലൈൻ സപ്പോർട്ടിന് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 300 പ്രധാന റെസിസ്റ്റൻസ് ആണ്. 300-ൽ നിന്നും സ്റ്റോക്ക് കറക്റ്റായി ഇപ്പോൾ 230-അടുത്ത് ട്രേഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്നും 225, 215 തുടങ്ങിയ 2 ലോ ലെവൽ സപ്പോർട്ടുമുണ്ട്.
215 മുകളിൽ വന്ന ബ്രേക്കൗട്ട് സ്റ്റോക്കിനെ 300-ലേക്ക് ഉയർത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ 210, 215 തുടങ്ങിയ സോൺ സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് സോണായി പ്രവർത്തിക്കും. കഴിഞ്ഞ 3 ആഴ്ചയായി സ്റ്റോക്ക് 220-നും 250-നും ഇടയിൽ സ്റ്റേബിൾ ആകുന്നതും ഇറാഡയെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്